നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. പിണറായി മന്ത്രിസഭ അധികാരത്തിൽ. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 19 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ പി സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇ ചന്ദ്രശേഖരൻ രണ്ടാമതും മാത്യു ടി തോമസ് മൂന്നാമതായും സത്യപ്രതിജ്ഞ ചെയ്ത് 10,000-കണക്കിന് ആളുകളാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിന് സാക്ഷിയായത്. ഈ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട വീക്ഷണങ്ങളാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ഇതിനിടയിൽ പിണറായി വിജയൻ മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ചർച്ചയിൽ പ്രമുഖർ പങ്കെടുക്കുന്നു. ഇപ്പോൾ ഉള്ളത് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, പി കെ ബിജു എം പി, പി എം സുരേഷ് ബാബു എന്നിവർ. ശ്രീ പി കെ ബിജു, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് പൊതുസമൂഹവും ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഒക്കെ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ആ പ്രതീക്ഷ നിങ്ങൾക്കൊരു ഭാരമായി മാറുന്നുണ്ടോ? ഡോക്ടർ ലാൽ, എൻ്റെ അഭിപ്രായത്തിൽ 1957 ശേഷം ഇത്രയേറെ പ്രതീക്ഷയോടുകൂടി കടന്നു വന്ന ഒരു ഗവൺമെൻറ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1957 മുമ്പ് നമ്മുടെ സമൂഹവും നമ്മുടെ സംസ്ഥാനവും കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. ആ പ്രതിസന്ധിയിൽ ജനങ്ങളുടെ വലിയ പ്രതീക്ഷയായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കേരളത്തിൽ വരണം എന്നത്. അപ്പം അതിൻ്റെ സാക്ഷാത്കാരമായിരുന്നു 1957 ഗവൺമെൻറ്. അതിനുശേഷം നടന്നിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, ഇന്നും നമ്മൾ ആ നിയമനിർമ്മാണം ഇപ്പം 60 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ്. 57 ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നു എന്നത് എത്രമാത്രം പ്രസക്തമായിരുന്നു ആ നിയമനിർമ്മാണങ്ങൾ. അപ്പം നിയമസഭയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കുകയും അതിലൂടെ സാമൂഹ്യ മാറ്റം ഉറപ്പാക്കുകയും ചെയ്ത ഒരു സർക്കാരായിരുന്നു 1957. അതിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യമാണ് 5 വർഷം കേരളത്തിൻ്റെ ആർജിത നേട്ടങ്ങളെ മുഴുവൻ തകർത്തിരിക്കുന്ന ഒരു സാഹചര്യം. അതിനെ വീണ്ടും റീബിൽഡ് ചെയ്യണം. അതുമാത്രമല്ല, കാലാനുസൃതമായി ഇതിനെ പുതുക്കുകയും ചെയ്യണം. ഈ വലിയ ഉത്തരവാദിത്തമാണ് ഇന്ന് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നിർവഹിക്കാനുള്ളത്. അതുകൊണ്ടാണ് ജനങ്ങൾ, എല്ലാ ക്രോസ് സെക്ഷനും അപ്പുറത്ത് ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ ഗവൺമെൻറ്റിനെ സുസ്വാഗതം ഓതാനും ഇതിൻ്റെ ഭാഗമായി മാറാനും ഇന്ന് ആഗ്രഹിക്കുന്നത്. കേരളം കടുത്ത പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ആ പ്രതിസന്ധി കേരളം ആർജിച്ച മതനിരപേക്ഷത, സാംസ്കാരിക മൂല്യം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തും മറ്റ് രംഗങ്ങളിലുമുള്ള അഭിവൃദ്ധി, ഇതെല്ലാം വലിയ വെല്ലുവിളി അഭിമുഖീകരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ജനങ്ങൾ വലിയ പ്രതീക്ഷ കൊടുക്കുന്നത് സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭ എല്ലാ തരത്തിലും ജനങ്ങളുടെ അഭിലാഷം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു ടീമിനെയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് നിയമനിർമ്മാണങ്ങൾ നമ്മുടെ നിയമസഭയ്ക്കുള്ളിലും അത് നടപ്പിലാക്കൽ എല്ലാ തരത്തിലുള്ള എക്സിക്യൂട്ടീവിന് ആ തരത്തിൽ നിയന്ത്രിച്ച് നടപ്പിലാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്ററാണ് പിണറായി എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊപ്പം ഈ ഗവൺമെൻറ് വരും എന്ന ഉറച്ച വിശ്വാസമാണ്. ഇത് ഭാരമായിട്ടല്ല, ഉത്തരവാദിത്വമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനെ കാണുന്നത്. ശ്രീ പി എം സുരേഷ് ബാബു, കേരളത്തിൻ്റെ വലിയ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ആ പ്രതീക്ഷയ്ക്ക് എന്തൊക്കെയാണ് ഈ സർക്കാരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ശ്രീ പി കെ ബിജു ഇപ്പോൾ സൂചിപ്പിച്ചു. സാമ്പത്തിക രംഗം മെച്ചപ്പെടേണ്ടതുണ്ട്. ഒപ്പം പൊതുസമൂഹത്തിൽ ചില ഇപ്പോൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ, പരിസ്ഥിതിക്ക് ഏൽക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ശരിയാക്കി എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. റീബിൽറ്റ് ചെയ്യണം കേരളത്തെ എന്നാണ് ഇപ്പോൾ പി കെ ബിജു ഉപയോഗിച്ച പദം. ഈ രീതിയിൽ ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റുന്നതിന് വേണ്ട എല്ലാ കർമ്മപരിപാടിയും മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലേക്ക് വന്നത് എന്നാണോ ഇന്നത്തെ സത്യപ്രതിജ്ഞയുടെയും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന വകുപ്പ് വിഭജനങ്ങൾ, മന്ത്രിമാരുടെ നിർണയം, ഈ കാര്യത്തിലെ വേഗതയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നത്? ഞാൻ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇന്ന് അധികാരത്തിലേറ്റ മന്ത്രിസഭയ്ക്ക് പൊതുവായും ശ്രീ പിണറായി വിജയന് പ്രത്യേകിച്ചും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഈ അധികാരമേൽക്കൽ
ജനഹിതം മാനിച്ചുകൊണ്ടുള്ളതാണ് എന്നതുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ശാക്തീകരണമാണ് തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായത് എന്ന് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. ഈ ഗവൺമെൻറ്റിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളെ ജനങ്ങൾ ഏത് രൂപത്തിൽ കാണുന്നു എന്നത് നമുക്ക് ശ്രീ ബിജു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ കേരളം റീബിൽറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും നിഗമനവും അസ്ഥാനത്തും അടിസ്ഥാനരഹിതവുമായ ഒന്നാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കേരളം മാറി മാറി വരുന്ന സർക്കാരുകളാൽ നിർമ്മിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രബലമായ സംസ്ഥാനമാണ്. കേരളത്തിൻ്റെ വികസനങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് മാത്രം അവകാശപ്പെടാൻ ഞാൻ തയ്യാറാകുന്നില്ല. കേരളം ഇത്രയൊക്കെ വികസിച്ചത് UDFൻ്റെ കാലഘട്ടത്തിലും കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിലുമാണ് എന്ന് പറയാനുള്ള ഒരു മൗഢ്യമൊന്നും എനിക്കില്ല. കാലാകാലങ്ങളിൽ വന്ന ഗവൺമെൻറ്റുകൾ, ആ ഗവൺമെൻറ്റുകളുടെ സംഭാവന കേരളത്തിൻ്റെ ശോഭനമായ നിർമ്മിതിയിൽ തനതായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റീബിൽറ്റ് എന്ന് പറയുന്നത് തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണെങ്കിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു സമീപനം ഈ ഗവൺമെൻറ് സ്വീകരിച്ചോ എന്ന് സംശയിക്കാനിടയാക്കും. അതല്ല, കേരളം തുടർന്നും പുരോഗമിക്കണം എന്നുള്ളതാണെങ്കിൽ റീബിൽറ്റ് എന്ന ഒരു ചിന്തയുണ്ടാകരുത്, അത് അത്തരമൊരു സമീപനമുണ്ടാകരുത്. അത് ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ കടപുഴക്കി എറിയുന്നതിന് തുല്യമായിരിക്കും എന്നാണ് എനിക്ക് അക്കാര്യത്തിലുള്ള നിരീക്ഷണം. ഞാൻ തിരിച്ചു വരാം. ശ്രീ PM സുരേഷ് ബാബു, ശ്രീ B ഉണ്ണികൃഷ്ണൻ കൂടി ചേർന്നു. ശ്രീ B ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ ശ്രീ PK ബിജുവിനെ പോലെയുള്ള ഇടതുപക്ഷ നേതാക്കളും MP-മാരും MLA-മാരും നിയുക്ത മന്ത്രിമാരും ഒക്കെ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി പല രീതിയിൽ മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞു, ജനങ്ങളോടും അവർ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇത് ആദ്യ മന്ത്രിസഭാ യോഗം നടക്കുന്നു. അവരുടെ പ്രതീക്ഷകൾ ഏത് രീതിയിലാണെന്നുള്ളത് അവർ ഒന്നുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കോൺഗ്രസിൻ്റെ പ്രതികരണം നമുക്ക് KPCC ജനറൽ സെക്രട്ടറി ശ്രീ PM സുരേഷ് ബാബു പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കുകയും ചെയ്യാം. കേരളം പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്ന് മുൻകാലത്തില്ലാത്ത ഒരു പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്താണ്? ഏതൊരു മന്ത്രിസഭയും അധികാരമേൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷ പൊതുസമൂഹത്തിനുണ്ടാവുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു ശീലം എന്ന് പറയുമ്പോൾ 5 വർഷത്തിലൊരിക്കൽ ഭരണമാറ്റം എന്നുള്ളതാണല്ലോ. പക്ഷേ ശ്രീ പിണറായി വിജയൻ്റെ മന്ത്രിസഭ അധികാരത്തിലേക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യസ്തതയുടെ കാരണം ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നവകേരള യാത്രയ്ക്കും അതിനു മുമ്പും നടത്തിയ വളരെ സമഗ്രമായിട്ടുള്ള ചില പഠനങ്ങൾ, ഗൃഹപാഠം അദ്ദേഹം നന്നായി ചെയ്തിരിക്കുന്നു. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കുറച്ചു മുമ്പ് ഞാനും ശ്രീ ബിജുവായിട്ട് അത് പങ്കുവെക്കുകയായിരുന്നു. നവകേരള യാത്രയിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ സംസാരം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, രാഷ്ട്രീയ സംവാദത്തിനപ്പുറം, കേവലമായ രാഷ്ട്രീയമായ തർക്കവിതർക്കങ്ങൾക്കപ്പുറം അദ്ദേഹം സംസാരിച്ചതാകെയും കേരളത്തിന് മുമ്പോട്ട് പോകേണ്ട, കേരളത്തിൻ്റെ മുമ്പോട്ടുള്ള കുതിപ്പിൽ ആവശ്യമായിട്ടുള്ള ഒരു വികസന നയത്തെക്കുറിച്ചാണ്, സമഗ്രമായ വികസന നയത്തെക്കുറിച്ചാണ്. ഇതിന് അദ്ദേഹത്തിന് പിന്താങ്ങായി നിന്നത് തീർച്ചയായും പഠന കോൺഗ്രസ് പോലുള്ള കാര്യങ്ങൾ ഇതിന് പുറകിൽ ഉണ്ട്. അതുകൊണ്ട് വളരെ സമഗ്രമായിട്ടുള്ള ഒരു ഗൃഹപാഠത്തിന് ശേഷം ശ്രീ പിണറായി വിജയനെ പോലെ കാര്യശേഷി തെളിയിച്ചിട്ടുള്ള ഒരാൾ, ആജ്ഞാശക്തി തെളിയിച്ചിട്ടുള്ള ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ തീർച്ചയായും നമ്മൾ കുറേ കൂടി ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഒരു സംജ്ഞയുടെ മുകളിൽ ഇവിടെ നടന്ന ഒരു സംവാദത്തിലേക്ക് ഇടപെടാനും ഞാൻ ആഗ്രഹിക്കുന്നു. റീബിൽഡ് ചെയ്യണം എന്ന് ശ്രീ ബിജു പറഞ്ഞതിനെ എനിക്ക് തോന്നുന്നു ശ്രീ സുരേഷ് ബാബു വേണ്ട രീതിയിലല്ല മനസ്സിലാക്കിയിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. വികസനവും കേരളത്തിൻ്റെ ചരിത്രവും കേരളത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കും എല്ലാം ഒരു അനുസ്യൂതിയാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നമുക്ക് വേണ്ടത് ഒരു രാഷ്ട്രീയ ഇടപെടൽ എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീ ബിജു ഉദ്ദേശിച്ചത് ചില സംഗതികൾ, കേരളത്തിൽ ഇത് നിലനിൽക്കുന്ന ചില സങ്കല്പനങ്ങൾ പാടെ അവതർമ്മിക്കപ്പെടേണ്ടതുണ്ട്. ആ അവനിർമ്മാണത്തിന് ശേഷം അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നും പുതിയ ഒരു സ്വരൂപത്തിലേക്ക് പല കാര്യങ്ങളും പരിണമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ വികസന സങ്കല്പം. നമ്മുടെ വികസന സങ്കല്പം എന്താ? ഇപ്പം ഞാൻ കൊച്ചിയിൽ ജീവിക്കുന്ന ഒരാളാണ്. കൊച്ചി മെട്രോ
കൊച്ചിയിലെ സാധാരണക്കാരുടെ ജീവിതത്തെ ഗംഭീരമായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഗതിയായിട്ട് ഞാൻ കരുതുന്നിട്ടില്ല. കാരണം കൊച്ചിക്കാർക്ക് കുടിവെള്ളം, കൊതുക് കടി തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളാണ്. അപ്പോൾ മെട്രോ എന്ന് പറയുന്ന ഒരു സംഗതിയെ ഞാൻ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കാണുകയല്ല, പക്ഷേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മളുടെ അജണ്ടയെ. നമ്മൾ എന്താണ് കേരളത്തിന് ആവശ്യമെന്നുള്ളത് ജനപക്ഷത്ത് നിന്നും പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നു. ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രയോറിറ്റൈസേഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം അതിൻ്റെ മുതൽ മുടക്ക് എന്നുള്ളത് പൂർണ്ണമായും സ്വകാര്യ മേഖലയെ ആശ്രയിക്കാതെ സഹകരണ പ്രസ്ഥാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ ജനകീയമായ പങ്കാളിത്തത്തിലൂടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ഘട്ടം ഘട്ടമായി BOT പോലെയുള്ള സംഗതികളെ ഇല്ലാതാക്കുകയും ചെയ്യും. പൂർണ്ണമായും ഇല്ലാതാക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഒരു അളവ് വരെയെങ്കിലും BOTയുടെ ഈ പണപ്പിരിവ് ഭീകരതയെ നമുക്ക് ലഘൂകരിക്കാൻ കഴിയുകയാണെങ്കിൽ, പൊതുജന പങ്കാളിത്തം വികസന രംഗത്തിലേക്ക് നമുക്ക് കുറേ കൂടി വികസിപ്പിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ, അത്തരത്തിലുള്ളൊരു ജനപക്ഷ വികസന സങ്കല്പത്തെക്കുറിച്ച് ശ്രീ പിണറായി വിജയനും ശ്രീ തോമസ് ഐസക്കും വീണ്ടും വീണ്ടും പല വേദികളിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രകടന പത്രികയിലും അതുപോലെ പഠന കോൺഗ്രസിലും എനിക്ക് പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അത്തരത്തിലുള്ള ഗാഠമായ സൂക്ഷ്മമായ ചില ചിന്തകൾ ഇടതുപക്ഷത്ത് ഇന്ന് അധികാരമേറ്റ സർക്കാരിനുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ ആശയോടെയും പ്രതീക്ഷയോടെയും നോക്കുന്നത്. തിരിച്ചെത്താം ശ്രീ ഉണ്ണികൃഷ്ണൻ, ഒപ്പം ശ്രീ PK ബിജുവും ശ്രീ PM സുരേഷ് ബാബുവും ചർച്ചയിൽ തുടരും. PK ബിജു, ഇപ്പോൾ ശ്രീ PM സുരേഷ് ബാബു താങ്കൾ നേരത്തെ ഉപയോഗിച്ച റീബിൽറ്റിനെ അതിനെ അടച്ചു തന്നെ വിമർശിച്ചു കഴിഞ്ഞു. ശ്രീ B ഉണ്ണികൃഷ്ണൻ വളരെ മുന്നോട്ടുള്ള ഒരു ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കേരളത്തിൻ്റെ ഒരു പുനർനിർമ്മാണത്തെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു, അദ്ദേഹം പറയുകയും ചെയ്തു. ശ്രീ PK ബിജു, കഴിഞ്ഞ 5 വർഷത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ ഈ ജനവിധി ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ വലിയ പ്രതീക്ഷകൾ അർപ്പിക്കുമ്പോൾ നേരത്തെ ശ്രീ PK ബിജു പറഞ്ഞ അർത്ഥത്തിൽ മതനിരപേക്ഷതയെ തകർത്ത ഒരു 5 കൊല്ലം, ഒപ്പം വികസനത്തിൻ്റെ പുതിയ പുതിയ സാമ്പിളുകൾ ജനങ്ങളുടെ മുമ്പിലേക്കിട്ട് അത് വോട്ടായി മാറും എന്ന് പ്രതീക്ഷിച്ച UDFൻ്റെ ഒരു പൊലിഞ്ഞുപോയ പ്രതീക്ഷകൾ, ഇതൊക്കെ ഉണ്ടവിടെ. ഇത് നിങ്ങൾ ഏത് രീതിയിലാണ് കേരളത്തെ പുനർനിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഡോക്ടർ ലാല്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ചാനലുകളെല്ലാം എങ്ങനെയാണ് അതിൻ്റെ ട്രെൻഡ് വളരെ സവിസ്തരം ചർച്ച ചെയ്തതാണ്. അത് പ്രധാനമായിട്ടും പറഞ്ഞത് ഇടതുപക്ഷത്തിന് വൻതോതിലുള്ള ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള പിന്തുണ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞ 5 വർഷം കാണിച്ച ഈ മെട്രോയും അതുപോലെ വിമാനത്താവളവും തുറമുഖവും എന്നെല്ലാം പറഞ്ഞ് കേരളത്തിൽ വലിയ തോതിൽ പ്രചരണം അഴിച്ചുവിട്ടതിനെ സാധാരണ ജനങ്ങൾ ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ ഗവൺമെൻറ്റുകൾ സന്നദ്ധമാവണം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്, ഗാന്ധി എന്ന നമ്മളുടെ മഹാത്മാവ് പറഞ്ഞിട്ടുള്ളത്, ഒരു തീരുമാനം ഭരണാധികാരികൾ എടുക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ ഗ്രാമീണ മേഖലയായിരിക്കണം നിങ്ങളുടെ കണ്ണിൽ ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരൻ്റെ അടുത്ത് അവർക്ക് ആശ്വാസം എത്തിക്കാൻ കഴിയുമ്പോഴാണ് ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ അതിന് സമൂഹത്തിൽ ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വിശ്വാസ്യത ആർജിക്കാൻ കഴിയും. ശ്രീ സുരേഷ് ബാബു എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയമായി അദ്ദേഹം പറഞ്ഞതായിരിക്കും. യഥാർത്ഥത്തിൽ എന്താണ് 57 ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു, വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും നാം തുടങ്ങി വച്ചിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 5 വർഷം എങ്ങനെയാണ് ആരോഗ്യമേഖലയോട് പെരുമാറിയത്, 5 വർഷം എങ്ങനെയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ കൈകാര്യം ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ യശസ് ലോകത്തിനു മുമ്പിൽ ഉയർത്തിയിട്ടുള്ള ഒട്ടേറെ മാതൃകകളെ തല്ലിപ്പൊളിക്കുകയാണ് ചെയ്തത്. അതുപോലെ കേരളത്തിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള സന്തുലിതാവസ്ഥ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ നാടിനെ നിലനിൽക്കാനും പുരോഗതി പ്രാപിക്കാനും കഴിയൂ. യഥാർത്ഥത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ മാറ്റിമറിച്ച് മാഫിയ സംഘങ്ങൾ കുഴുതുമറിക്കാൻ ഈ ഭൂമി കൊടുക്കുകയാണ് ചെയ്തത് UDFൻ്റെ ഗവൺമെൻറ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ വികസനം, കേരളത്തെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള സവിശേഷതയും കൂടി നിലനിർത്തിക്കൊണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ സഹായിക്കുന്ന തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന് മാത്രമേ ജനകീയമാകാൻ കഴിയൂ, നാടിൻ്റെ പുരോഗതി സുസ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത് ശ്രീ പിണറായി വിജയൻ, ഞാൻ അദ്ദേഹത്തോടൊപ്പം 1 മാസക്കാലം ഞങ്ങൾ ഈ നവകേരള മാർച്ചിൻ്റെ ഭാഗമായി ഇരുന്നതാണ്.
എല്ലാ വിഭാഗം വരുന്ന കേരളത്തിലെ ജനങ്ങളുമായി പിന്നെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതൃത്വമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് കൂടിയാണ് അദ്ദേഹം ഈ കൺസെപ്റ്റ് ജനങ്ങൾ മുമ്പിൽ വെച്ചത്. കേരളം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ ഉള്ള സ്ഥലമാണ്. അവർക്ക് ഈ നാടിനെ ബിൽറ്റ് ചെയ്യുന്നതിൽ നിർണായകമായ പങ്ക് നിർവഹിക്കാൻ കഴിയും. അതിനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കുകയും ചെയ്യണം. ശ്രീ PM സുരേഷ് ബാബു, ഒരുപക്ഷെ ഇടതുപക്ഷം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയായിരിക്കണം LDF വരും, എല്ലാം ശരിയാകും എന്നൊരു മുദ്രാവാക്യം തന്നെ ജനങ്ങളുടെ മുമ്പാകെ വച്ചത്. അതായത് ഇവിടെ ശരിയാകാതെ പോകുന്നു പല കാര്യങ്ങളും, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല കാര്യങ്ങളും ആണ് മുൻഗണന കിട്ടി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണനൊക്കെ പറഞ്ഞതുപോലെ കൊച്ചിക്ക് ആവശ്യം ഒരു മെട്രോയേക്കാൾ കുടിവെള്ളമാണ്, അവിടുത്തെ കൊതുക് കടി ഇല്ലാതാക്കലാണ്. ഇത് മനസ്സിലാക്കാതെയുള്ള വികസനത്തിൻ്റെ പരിപാടികളുമായി മുന്നോട്ട് പോവുക, അത് തന്നെ പൂർത്തിയാകുന്ന ഘട്ടം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വലിയ മാമാങ്കമുണ്ടാക്കി ജനങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും പോവുക, അപ്പോഴും അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവിടെ തന്നെ കിടക്കുന്നു. അതുപോലെ നേരത്തെ ശ്രീ PK ബിജു സൂചിപ്പിച്ച മതനിരപേക്ഷതയുടെ കാര്യങ്ങൾ, വലിയ ഫാസിസ്റ്റ് ശക്തികളൊക്കെ കേരളത്തെ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത, താങ്കൾ തന്നെ സൂചിപ്പിച്ച കേരളം ഇതുവരെ ഉണ്ടാക്കിയെടുത്ത ആ വലിയ പൈതൃകത്തെ, മതേതരത്വത്തിൻ്റെയും സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെയും വലിയ ഒരു മുന്നേറ്റത്തെ തിരിച്ചു അടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതിനെ ചെറുക്കാനുള്ള മുദ്രാവാക്യവുമായി ജനങ്ങളെ സമീപിച്ച ഇടതുപക്ഷം, അവർക്ക് കിട്ടിയ ഒരു ജനവിധി എന്ന് പറയുമ്പോൾ താങ്കൾ വേണ്ട എന്ന് പറഞ്ഞ ആ റീബിൽറ്റിന് തന്നെ വേണ്ടിയുള്ള ഒരു ജനവിധി അല്ലേ ശ്രീ സുരേഷ് ബാബു? ശ്രീ ഉണ്ണികൃഷ്ണൻ നിർവചിക്കാൻ ആഗ്രഹിച്ച റീബിൽറ്റിനെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ശ്രീ ഉണ്ണികൃഷ്ണൻ നിർവഹിക്കാൻ ശ്രമിച്ച ഒരു റീബിൽറ്റ് ഉണ്ട്. റീബിൽറ്റ് അതിന് ബിൽറ്റ് എന്നാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആണെങ്കിൽ അങ്ങനെ വരുന്നതിനും എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ റീബിൽറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സാമാന്യേന ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ല ജനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേറൊരർത്ഥമാണ്. ആ അർത്ഥത്തിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു തർക്കത്തിലില്ല. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട പരാമർശം ശ്രീ ലാല് തന്നെ പറയുന്നത്, പിന്നെ കൊച്ചിയിലെ കൊതുകടി അവസാനിപ്പിച്ചിട്ട് മതി മെട്രോ റെയിൽ എന്നുള്ളതാണെങ്കിൽ അതിന് പിന്നെ അത്തരമൊരു തീരുമാനമെടുക്കാൻ അധികാരം ഈ ഗവൺമെൻറ്റിനുണ്ട്. കൊച്ചിയിൽ അത്തരമൊരു തീരുമാനമെടുക്കണം. കൊതുകടി അവസാനിച്ചതിന് ശേഷമാവാം നമുക്ക് പിന്നെ ഗതാഗത സൗകര്യത്തിൽ ആവശ്യമായത്. അത് ഓരോരോ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റൈസേഷനിലുള്ള പെശകുകളോ ശരികളോ ആണ്. അതിനെക്കുറിച്ച് ഞാൻ തർക്കിക്കാനൊന്നുമില്ല. അതിനകത്ത് ഈ ഗവൺമെൻറ്റിന് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ഈ എടുത്തെടുത്ത് പണി അവിടെ നിൽക്കട്ടെ, എന്നിട്ട് കൊതുകടി അവസാനിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നീങ്ങാം എന്നൊരു തീരുമാനത്തിലേക്ക് പോകാം. പക്ഷേ ഇവിടെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ് എന്നുള്ളതാണ് വളരെ ഗൗരവമായി ആലോചിക്കേണ്ടുന്നത്. കാലാകാലങ്ങളിൽ ഈ മതനിരപേക്ഷതയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിൽ പെരുമാറിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നിർവചിക്കേണ്ടി വരുന്ന ഒരു സങ്കടം സത്യത്തിൽ എനിക്കുണ്ട്. ഈ പച്ചയായ ജാതി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും കളിച്ചിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതാണ് ഒരു വസ്തുത. ആ വസ്തുത നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ സുരേഷ് ബാബു, അത്തരത്തിൽ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തെ ആ ഒരു പ്രചരണത്തിലേക്കും ആ വിഷയത്തിലേക്കും കൊണ്ടുപോയത് ആരാണ്? പലപ്പോഴും അതിന് വേണ്ട ശക്തമായ നിലപാട് എടുത്തതാരാണ്? ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തന്നെ സൂചിപ്പിക്കുന്നത് അതാണെന്ന് നിരീക്ഷകരെല്ലാവരും ചൂണ്ടിക്കാട്ടുമ്പോൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജാതി പറഞ്ഞ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ അതിനെതിരെ ശക്തമായി നിലപാടെടുത്തത് ആരാണെന്ന് കണ്ട് കോൺഗ്രസിനപ്പുറം വോട്ട് നൽകിയത് ഇടതുപക്ഷത്തിനാണ്. മുൻകാലങ്ങളിൽ പരമ്പരാഗതമായി നിങ്ങൾക്ക് വോട്ട് ചെയ്തവർ പോലും ഇടതുപക്ഷത്തിന് ആ കാര്യത്താൽ വോട്ട് ചെയ്തു എന്ന് കാണുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് പിന്നെയും മനസ്സിലാക്കാത്തത്? ഡോക്ടർ ലാലെ, ഞാനിവിടെ ഒരു സ്ഥാനാർത്ഥിയും ദയനീയമായി പരാജയപ്പെട്ട ഒരാളുമാണ്. എനിക്കതറിയാം എന്തായിരുന്നു ക്യാമ്പയിൻ എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി എനിക്കറിയാം. എന്താണ് ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത്? ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വീടുകളിൽ നേരിട്ട് കയറി ചെന്ന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള മിശിക ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, അത് സംരക്ഷിക്കപ്പെടുകയില്ല കോൺഗ്രസും UDFും എന്ന് വ്യക്തമായി മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളി അടക്കുന്ന രൂപത്തിൽ പറയുകയും ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വീടുകളിൽ കയറി
എല്ലാ ന്യൂനപക്ഷങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ട് പച്ചയായ ജാതി മത രാഷ്ട്രീയം കളിച്ച് നേടിയിട്ടുള്ള ഒരു PM സുരേഷ് ബാബു, നിങ്ങൾക്ക് തിരിച്ചു പറയാനുള്ള അവസരമുണ്ടായിരുന്നു. നിങ്ങൾ അത് എത്രമാത്രം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അത് നിങ്ങളുടെ സംഘടനാപരമായ ദൗർബല്യം കൂടിയായിട്ട് വേണ്ടേ കാണാൻ. ഞാൻ തിരിച്ചു വരാം. ശ്രീ PK ബിജുവിന് അതിനൊരു മറുപടിയുണ്ട്. ശ്രീ സുരേഷ് ബാബുവിടെ സൂചിപ്പിച്ചത് ഇടതുപക്ഷമാണ് വർഗീയത ശക്തിപ്പെടുത്താൻ കേരളത്തിൽ പരിശ്രമിച്ചു എന്നാണ്. അദ്ദേഹം ഇന്നലെ UDFൻ്റെ നേതൃത്വ യോഗം കൂടി അവർ വിലയിരുത്തിയത് മതനിരപേക്ഷ നിലനിർത്താൻ ഉള്ള ഇടതുപക്ഷത്തിൻ്റെ ആഹ്വാനം ചെവിക്കൊണ്ട് വലിയ തോതിൽ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പോയത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന വിലയിരുത്തലാണ് UDFൻ്റെ നേതൃത്വ യോഗം ഇന്നലെ നടത്തിയത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഇതേ വിലയിരുത്തലാണ് UDF നേതൃത്വ യോഗം കഴിഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് രാജ്യത്തെ മതനിരപേക്ഷവാദികൾ, മതന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനെ വിശ്വസിക്കാത്തത്? അവരധികാരത്തിന് വേണ്ടി ആർക്കൊപ്പവും ചേരാൻ മടിയില്ലാത്തവരാണ് ഇന്ന് രാജ്യത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ 22 കൈപ്പത്തിയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നിയമസഭാ സാമാജികരാണ് ആസാമിൽ BJPയിൽ ചേർന്ന ആ ഗവൺമെൻറ്റിനെ മറിച്ച് താഴെയിട്ട് ഇപ്പോൾ പുതിയ BJP ഗവൺമെൻറ് അവിടെ രൂപീകരിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായി അവിടെ ഇരിക്കുന്ന കോൺഗ്രസ് നേതാവാണ്. അതുപോലെ ഉത്തരാഖണ്ഡിലും ഇതേ 9 കോൺഗ്രസ് MLAമാരാണ് കൂറുമാറി BJPയിലേക്ക് പോയത്. അപ്പോൾ യഥാർത്ഥത്തിൽ രാജ്യത്ത് അവസരവാദ രാഷ്ട്രീയം സ്വീകരിക്കുകയും മതന്യൂനപക്ഷങ്ങൾക്കെതിരായി വർഗീയ ശക്തികൾ നടക്കുന്ന ആക്രമണത്തോട് നിസ്സഹായമായ അവസ്ഥ സ്വീകരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിനെ മതന്യൂനപക്ഷങ്ങളും മതനിരപേക്ഷവാദികളും വിശ്വസിക്കുന്നില്ല. ആ വലിയ തിരിച്ചടിയാണ് കേരളത്തിൽ അവർക്ക് കിട്ടിയത്. അവിടെ വിശ്വസിക്കുന്ന ഇടതുപക്ഷത്തെയാണ്, ഇടതുപക്ഷത്തെ ഒപ്പം നിർത്താനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ വിധിയെടുത്താണ് കേരളത്തിലുണ്ടായത്. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ശ്രീ സുരേഷ് ബാബു. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹവുമായിട്ട് അടുപ്പമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ ചർച്ചകളും ഞാൻ കാണാറുണ്ട്. ഏറ്റവും ബാലൻസ്ഡായിട്ട് സംസാരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് ശ്രീ സുരേഷ് ബാബു. ഒപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, ഞാനീ പറയുന്നത് അദ്ദേഹം വൈയക്തികമായ അനുഭവത്തിലേക്ക് ചുരുക്കി കാണരുത് എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ സുരേഷ് ബാബു കരുതുന്നത് ഇടതുപക്ഷത്തിന് കിട്ടിയ ഈ വലിയ രീതിയിലുള്ളൊരു മാൻഡേറ്റ് ഇത് അപ്പാടെ തെറ്റിദ്ധാരണയ്ക്ക് മുകളിൽ സംഭവിച്ച ഒന്നാണോ? ജനത്തിന് ഇത്രയും വിവേചനശേഷിയില്ലേ? ജനത്തിന് വിവേകമില്ലേ? 3, കോൺഗ്രസ് ഉടനീളം എന്തുകൊണ്ട് ഒരു ഹൈന്ദവ വർഗീയതയോട് ഒരു സോഫ്റ്റ് പെഡലിംഗ് നടത്തി? BJP എന്ന് പറയുന്ന ശക്തി ഇവിടെ വളരുമ്പോൾ അവർ പിടിക്കുന്ന വോട്ടുകൾ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുമെന്നും അതുവഴി അധികാരം നിലനിർത്താൻ കഴിയുമെന്നുള്ള തികച്ചും തെറ്റായ ഒരു കണക്കുകൂട്ടലിൻ്റെ മുകളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഹൈന്ദവ വർഗീയതയെ സോഫ്റ്റ് പെഡൽ ചെയ്തത് ആരാണ്? ഇടതുപക്ഷമാണോ അതോ കോൺഗ്രസ് ആണോ? 4, ഹൈന്ദവ വർഗീയതയുടെ ഭീഷണിക്ക് മുമ്പിൽ കോൺഗ്രസിനോടടുത്ത് നിന്നാൽ യാതൊരു വിധത്തിലുള്ള സുരക്ഷിതത്വം ഉണ്ടാകില്ല എന്നുള്ള സൂക്ഷ്മമായ തിരിച്ചറിവിൻ്റെ പേരിലല്ലേ ന്യൂനപക്ഷങ്ങൾ ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ കൂടെ? ഹൈന്ദവ സമുദായത്തിലെ മതേതരവാദികളുടെ നിലപാട് എന്തായിരുന്നു? അവർ കോൺഗ്രസിൻ്റെ കൂടെയാണോ നിന്നത്? താങ്കൾ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുക. ഹൈന്ദവ സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ശ്രീനാരായണീയരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഇടതുപക്ഷ മുന്നണിയുടെ കൂടെ നിൽക്കാൻ കാരണം എന്താണ്? കേരളത്തിൻ്റെ മതേതര മനസ്സ് എന്ന് പറയുന്നത് അത്രത്തോളം കെട്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ഒന്നും മനസ്സിലാക്കാതെ വർഗീയ പ്രീണനത്തിൻ്റെതായിട്ടുള്ള സോഫ്റ്റ് പെഡലിങ്ങിൻ്റെതായിട്ടുള്ള മൃദു സമീപനത്തിൻ്റെതായിട്ടുള്ള അപകടകരമായ രാഷ്ട്രീയം UDF മുമ്പോട്ട് വെച്ചതിൻ്റെ തിരിച്ചടിയാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ്. ശ്രീ സുരേഷ് ബാബു, ഒരുപക്ഷെ ഈ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെയുള്ള വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിന് മുമ്പ് കിട്ടിയിരുന്ന ന്യൂനപക്ഷ വോട്ടുകളില്ല. ഒപ്പം തന്നെ സവർണ വോട്ടുകളിൽ, ഹിന്ദു വോട്ടുകളിൽ പോലും വലിയ കുറവാണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പ്രതീക്ഷ, നിങ്ങളുടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചില ഘട്ടങ്ങളിൽ നിയന്ത്രിച്ച ചിലരുടെയൊക്കെ തന്ത്രങ്ങൾ പിഴച്ചു എന്നുള്ളതാണ്. നിങ്ങളെ ഒട്ടാകെ ഞാൻ അങ്ങനെ പറയുന്നില്ല. ആ രീതി കൊണ്ടാണല്ലോ നിങ്ങളുടെ ഇടയിൽ തന്നെ തർക്കങ്ങളും ഉണ്ടാകുന്നത്. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 2011 തെരഞ്ഞെടുപ്പ് ഫലം വന്ന് എത്ര ദിവസങ്ങൾ കഴിഞ്ഞാണ് നിങ്ങൾ മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമെടുത്തത്? 5ാം മന്ത്രി എന്നൊരു പദപ്രയോഗം കേരളത്തിൽ ഇന്നും കൊച്ചുകുട്ടികൾ പോലും പറയുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണ് അതുണ്ടായത്? അത് ഏത് രീതിയിലാണ് നിങ്ങളുടെ മതനിരപേക്ഷ മുഖത്തെ വ്രണപ്പെടുത്തിയത് എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ ശ്രീ സുരേഷ് ബാബു? അല്ല,
ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഞങ്ങൾ UDF-നെ സംബന്ധിച്ചിടത്തോളമുള്ള വളരെ കാലമായി കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അസ്തിത്വത്തിന് വേണ്ടിയുള്ള ഒരു പ്രചാരണമാണ് സോഫ്റ്റ് ഹിന്ദുത്വ ആൻഡ് ഹിന്ദുത്വ സ്പെഡലിംഗ് എന്നൊക്കെ പറയുന്ന ചില പദപ്രയോഗങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ വർഗീയതയോട് പടപൊരുതി പ്രസ്ഥാനം ഇത് നാട്ടിൽ കോൺഗ്രസ് മാത്രമാണ്. കോൺഗ്രസ്സിന് മാത്രമേ അത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം ഒരു പഴയകാല പക്ഷേ ആ കാര്യത്തിൽ ഇന്നിപ്പോ ഇന്ത്യ ഒട്ടാകെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് PK ബിജു നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. മുൻ ചരിത്രം ഞാൻ ഒരിക്കലും ശ്രീ സുരേഷ് ബാബു പറഞ്ഞതല്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അതിനുള്ള ശക്തിയുമുണ്ട്. പക്ഷേ ആ ചരിത്രത്തിൽ നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യമാണ് ആരാണ് BJP-യിലേക്ക് പോകുന്നത്, എവിടെയാണ് BJP ശക്തിപ്പെടുന്നത് എന്ന കാര്യം കൂടി. അത് ശ്രീ ലാൽ, ഞങ്ങളതിൽ കൺസേൺ ആണ്, ഞങ്ങളതിൽ ബോധവാന്മാരാണ്. ഞങ്ങൾ RSS-നെ പോലെയോ CPM-നെ പോലെയോ ഒരു കാഡർ ബേസ്ഡ് ഓർഗനൈസേഷൻ അല്ല. കാലാകാലങ്ങളായി 47 മുതൽ 50 തുടങ്ങിയിട്ട് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഭരണാധികാരത്തിൻ്റെ ചുവലിൽ അതിൻ്റെ ശീതളഛായയിൽ വളർന്നു പന്തലിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും കൂടിയാണ്. അതിനകത്ത് ആ കാലഘട്ടങ്ങളിൽ അതിന്റെ പശ്ചാത്തലത്തിലുള്ള ആളുകൾ മുഴുവൻ കടന്നു കയറിയിട്ടുണ്ടാകും. കോൺഗ്രസിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഘടന കാരണം ഇങ്ങനെ ലൂസായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയോ BJP പോലെയുള്ള ഒരു കേഡർ സംവിധാനം ഇല്ലാത്തതിന്റെ പ്രശ്നം കേരളം മുഴുവൻ ചുമക്കേണ്ടതുണ്ടോ ശ്രീ സുരേഷ് ബാബു? അതല്ലേ അവർ ഇങ്ങനെ വോട്ട് ചെയ്തത്? കേരളം മാത്രമല്ല, അത് ഇന്ത്യ രാജ്യത്ത് തന്നെയുണ്ട്. നമുക്ക് കാണാവുന്നതല്ലോ. നമ്മളിപ്പോൾ ശ്രീ PK ബിജുവും ഞാനും ഒക്കെ പശ്ചിമ ബംഗാളിൽ ചെന്നാൽ ഞങ്ങൾ ഒരുമിച്ചല്ലേ? അതിനകത്ത് നമുക്കറിയാലോ, നമ്മൾ അത്തരമൊരു സമീപനം ഉണ്ടല്ലോ. അതൊക്കെ മാറ്റിവെക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കേരളം മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മുഴുവൻ കോൺഗ്രസിൻ്റെ ഈ ഒരു സോഫ്റ്റ് പെഡലിങ്ങിൽ മാത്രമല്ല, കോൺഗ്രസിൻ്റെ ലൂസ് ഡെമോക്രാറ്റിക് സിസ്റ്റം കൊണ്ട്, പാർട്ടിക്കകത്തെ സിസ്റ്റം കൊണ്ട് ധാരാളം വൈതരണികൾ ഉണ്ടാകുന്നുണ്ട്. അതിനെയൊക്കെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് വളർന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും RSS-ന്റെ BJP-യും എല്ലാം. അവർക്ക് പ്രതിപക്ഷത്തിൻ്റെതായ രാഷ്ട്രീയ ശൈലികളുണ്ട്. ഞങ്ങളാണെങ്കിൽ ജനിച്ചു വീണത് അധികാരത്തിലാണ്. പക്ഷെ കേരളത്തിൽ ജനിച്ചു വീണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അധികാരത്തിലേക്ക്. കേരളം രൂപപ്പെട്ട ശേഷം ശ്രീ B ഉണ്ണികൃഷ്ണൻ, ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ ശ്രീ PM സുരേഷ് ബാബുവിനെ പോലുള്ളവർ എങ്കിലും വിശ്വസിക്കുന്നത് പോലെയാണോ കാര്യങ്ങൾ? അവർക്ക് ഈ പറഞ്ഞ അർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു വോട്ട് പോയത് ഈ ചെറിയ തെറ്റിദ്ധാരണ കൊണ്ടാണെന്നും മറ്റ് വോട്ടുകൾ നിഷ്പക്ഷമതികളുടേത് അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഉള്ള രീതിയിലാണോ അവർ ഇപ്പോഴും കരുതുന്നത്? അല്ല, അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ സഹജമായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, സംഘടനാപരമായിട്ടുള്ള ഒരു കാർക്കശ്യമില്ലായ്മ, അതിൻ്റെ ഒരു ലൂസ് സ്ട്രക്ചർ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വർഗീയതയുടെ കടന്നുകയറ്റത്തെ കർക്കശമായിട്ട് നേരിടുന്നതിന് ഉള്ളൊരു സഹജമായ വാസന കോൺഗ്രസിൻ്റെ പാർട്ടി സ്വരൂപം കാണിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വായന ഒരു അളവ് വരെ ശരിയുമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സെക്യുലറായിട്ടുള്ള ഒരു സ്വത്വബോധമുണ്ട്. ഇതിൻ്റെ നിർമ്മാണത്തിൽ ചരിത്രപരമായ പങ്ക് വഹിച്ചിട്ടുള്ള ദേശീയ കക്ഷിയാണ് കോൺഗ്രസ്. അപ്പോൾ ഈ മതനിരപേക്ഷതയെ കാത്തുസൂക്ഷിക്കാനും അതിനെ ഒരു തട്ടുകേടും പറ്റാതെ മുമ്പോട്ട് കൊണ്ടുപോകാനും മറ്റാരേക്കാളും പ്രതിബദ്ധത കാണിക്കേണ്ട കക്ഷി കോൺഗ്രസ് ആണ്. അതേ പ്രതിബദ്ധത കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് കോൺഗ്രസ് കാണിച്ചോ എന്നുള്ളത് കോൺഗ്രസ് ആത്മപരിശോധന. ശ്രീ PM സുരേഷ് ബാബു, ആ കാര്യമാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും. കേരളത്തിലെ കോൺഗ്രസിന് എന്തു പറ്റി എന്നുള്ളതാണ്. അവിടെ ഒരു നേതൃത്വം എന്ന് നമ്മൾ കാണുന്നത് KPCC-യുടെ അധ്യക്ഷനെയാണ്. അദ്ദേഹമാണല്ലോ പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടതും പാർട്ടിയെ വിജയത്തിലേക്ക് കൊണ്ടുപോകേണ്ടതും. വേണ്ട ഘട്ടങ്ങളിൽ അദ്ദേഹം നിലപാടെടുത്തോ? അതിന് തടസ്സമായത് ആരാണ്? ആരുടെ ശക്തിയാണ് ഏറ്റവും അവസാനം സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രങ്ങളിലും അവിടെ വിജയിച്ചത്? ജനങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ടെങ്കിലും ആ കാര്യം പുനർവിചിന്തനം ചെയ്യേണ്ടതില്ലേ? അവിടെയല്ലേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായത്? അല്ലാതെ പ്രതിപക്ഷം കള്ളം പറഞ്ഞ് നേടിയ വിജയം എന്ന് പറയാൻ സാധിക്കുമോ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങേക്ക് ചൂണ്ടിക്കാട്ടാൻ, മറുപടി നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഒരു ഉത്തരവാദിത്തമായി. അദ്ദേഹം പൂർണ്ണമായ ഒരു രാഷ്ട്രീയക്കാരനല്ലല്ലോ. അദ്ദേഹം കേരളത്തിലെ പൊതുസമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ബഹുമാന്യ വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇന്ത്യ രാജ്യത്തിൻ്റെ, അതിൽ കേരളവും പെടുമല്ലോ, അതിൻ്റെ ബഹുസ്വരത നിലനിർത്താൻ, മതനിരപേക്ഷത എല്ലാ അർത്ഥത്തിലും നിലനിർത്താനുള്ള മറ്റാരേക്കാളുമുള്ള ചുമതലയും ഉത്തരവാദിത്വവും ഉണ്ട് എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. ആ ഓർമ്മിപ്പിക്കലിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ പൂർണ്ണമായും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എവിടെയെങ്കിലും അതിനകത്ത് പോറലുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അകത്തു നിന്നൊരു വ്യതിരക്തത മാറി നിന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് തിരുത്താനുള്ള ഊർജ്ജസ്വലത പാർട്ടി കാണിക്കണം. താങ്കൾ ഉത്തരവാദിത്തമുള്ള, നേരത്തെ ശ്രീ ഉണ്ണികൃഷ്ണനൊക്കെ പറഞ്ഞതുപോലെ സംയമനത്തോടുകൂടി പ്രതികരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ പുറമേ ഉള്ള ചികിത്സ എന്നുള്ളത് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. ഇനി അതുകൊണ്ട് കാര്യമുണ്ടോ? കേരളത്തിൻ്റെ ഒരു രക്ഷയ്ക്ക് പോലും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിരീക്ഷിക്കുന്നവരുണ്ട്, കാണാൻ ആഗ്രഹിക്കുന്ന ചിലരെങ്കിലുമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ഇപ്പോഴുള്ള നിങ്ങളുടെ അവിടെ ഇവിടെയും തൊടാത്ത നയം ശരിയാകുമോ? ഡോക്ടർ ലാലെ, ഞാൻ ഒരു കാര്യം നമ്മൾ വ്യക്തിപരമായി ചോദിച്ചോട്ടെ. നമ്മൾ ഏതെങ്കിലും പ്രിയപ്പെട്ട ആളുകൾക്ക് ഒരു രോഗം വന്നാൽ ചികിത്സ കൊണ്ട് ഫലമുണ്ടാവുകയില്ല എന്ന് കണ്ടാൽ ചികിത്സ നിർത്തിക്കളയോ? അയാളെ മരിക്കാൻ വിടുവോ? ഇല്ലല്ലോ. അത് ആഗ്രഹം മാത്രമായിരിക്കും. ചികിത്സ കൊണ്ട് ഫലമില്ലെങ്കിൽ അവർ അവസാനം മരിക്കുക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ ആ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ തൽക്കാലത്തേക്ക്. പക്ഷെ അതല്ലല്ലോ ശരിയായ ചികിത്സ. വെട്ടിമാറ്റേണ്ടത് വെട്ടിമാറ്റി ആ ക്യാൻസർ ഇല്ലാതാക്കാനുള്ള ഒരു പരിപാടി ചെയ്യണ്ടേ? അതിപ്പോഴും ചെയ്തില്ല എന്ന് നിങ്ങളുടെ തന്നെ യൂത്ത് നേതാക്കന്മാർ രഹസ്യമായിട്ടെങ്കിലും പറയുന്നുണ്ട്. ശ്രീ സുരേഷ് ബാബു, അവസാന നിമിഷം വരെ ഈ കാര്യത്തിൽ, മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഓരോ പ്രവർത്തകന്റെയും അന്ത്യശ്വാസം വരെ കാത്തു സൂക്ഷിക്കുന്ന നടപടികളിലേക്ക് തന്നെ ഞങ്ങൾ പോകും. അതിലൊന്നും ഒരു സംശയം ആർക്കും വേണ്ട. അതിന് വേണ്ടാത്ത രൂപത്തിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനം കോൺഗ്രസിനെ കാണുന്നത് എന്ന് ഇടതുപക്ഷത്തിന് പറയാൻ കഴിയുമോ? ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസ് ഇല്ലാത്ത ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തെ നിർമ്മിച്ചെടുക്കാൻ കഴിയും എന്ന് ഇടതുപക്ഷത്തിന് പറയാൻ കഴിയുമോ? കേരളം മാത്രമല്ലല്ലോ നമ്മുടെ രാജ്യം, കേരളത്തിൻ്റെത് മാത്രമല്ലല്ലോ. PM സുരേഷ് ബാബു, ഇന്ത്യയിൽ കോൺഗ്രസ് നശിക്കാൻ പാടില്ല, BJP ആണ് പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ, അല്ലെങ്കിൽ ഇപ്പൊ അവർ ഭരിക്കുന്നു, നിങ്ങളുടെ എതിർ രാഷ്ട്രീയ പാർട്ടി പല സംസ്ഥാനങ്ങളിലും എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇത്തവണയും കേരളത്തിലും വോട്ട് പിടിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് കോൺഗ്രസ് നശിക്കില്ല എന്ന് അത് മാത്രം പറഞ്ഞ് നിങ്ങൾക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും? ഇന്ത്യയിൽ പലയിടത്തും നിങ്ങൾ വരേണ്ടതുള്ളതിന് കേരളത്തിൽ നിങ്ങൾ കഴിഞ്ഞ 5 വർഷം കാണിച്ച കാര്യങ്ങൾക്ക് ജനങ്ങൾ മറന്ന് വോട്ട് ചെയ്യുമോ? അത് നിങ്ങൾ പ്രതീക്ഷിച്ചത് അല്പം ഒരു കടന്ന കൈയായി പോയില്ലേ? അല്ല ശ്രീ ലാല, ഈ ചാനലിന് ഇത്തരം ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ കഴിയൂ എന്ന് എനിക്കറിയാം. എനിക്ക് ഇതിനകത്ത് പറയാവുന്ന ഉത്തരം ഇത്രയും കാര്യങ്ങളുമാണ്. PM സുരേഷ് ബാബു, ഏത് ചാനലിൽ ഇരുന്നാലും ഈ ചോദ്യത്തിന് അങ്ങേക്ക് ഇതേ മറുപടി മാത്രമേ പറയാൻ സാധിക്കൂ എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങയോട് എനിക്ക് വളരെ ബഹുമാനവുമുണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ ഞാൻ ശ്രീ PK ബിജുവിനോട് അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കോൺഗ്രസ് നശിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ ആകുമോ? നിങ്ങൾക്കത് സഹിക്കാനാകുമോ ശ്രീ PK ബിജു? ലാലെ, സ്വയം കൃതാർത്ഥം എന്നല്ലാതെ എന്തു പറയാം? കാരണം കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് 1885 സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിട്ട് വന്ന മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ബാലഗംഗാധര തിലകിൻ്റെയും മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും എല്ലാം പൈതൃകമുള്ള വലിയ പ്രസ്ഥാനമായിരുന്നു. പക്ഷേ ശ്രീ സുരേഷ് ബാബുവിടെ ചൂണ്ടിക്കാണിച്ച പോലെ അധികാരത്തിലേക്ക് ജനിച്ചു വീണ കോൺഗ്രസ് അധികാരമില്ലാതെ നിൽക്കാൻ കഴിയില്ല എന്ന നിലയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉത്തരാഖണ്ഡിൽ സംഭവിക്കുന്നത്, അതാണ് ആസാമിൽ സംഭവിക്കുന്നത്, അതാണ് ഇനി ഹിമാചൽ പ്രദേശിൽ സംഭവിക്കാൻ പോകുന്നത്, ഹരിയാനയിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും രാജസ്ഥാനിലും സംഭവിച്ചതും അതുതന്നെയാണ്. അപ്പം അധികാരം പിടിക്കുന്നതിന് വേണ്ടി ആരുമായി സന്ധി ചെയ്യാവുന്ന നിലയിലേക്ക് കോൺഗ്രസ് പോയതോടുകൂടി രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും മതേതരവാദികളും കോൺഗ്രസ്സിനെ വലിയ തോതിൽ തിരസ്കരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ്സിനെ തിരസ്കരിക്കുന്നത് BJPക്ക് വലിയ വളക്കൂറുള്ള സാഹചര്യം തിരിച്ചു വരാം. ശ്രീ PK ബിജു, ഇപ്പോൾ ജിഷ കൊലക്കേസ് അന്വേഷിക്കാൻ പുതിയ ടീമിനെ നിയോഗിച്ചിരിക്കുന്നു. സന്ധ്യ IPSന്റെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ ടീം ജിഷ കൊലക്കേസ് അന്വേഷിക്കും. ഒപ്പം കുടുംബത്തിൻ്റെ പുനരധിവാസ കാര്യത്തിൽ വേഗത, ജിഷയുടെ സഹോദരിക്ക് ജോലി കണ്ടെത്താനുള്ള തീരുമാനം, ജിഷയുടെ അമ്മയ്ക്ക് പ്രതിമാസം 5000 രൂപ പെൻഷൻ നൽകാനും തീരുമാനിച്ചിരിക്കുന്നു. ഏറ്റവും സുപ്രധാനമായ തീരുമാനം,
ജനുവരി 1 മുതലുള്ള കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ വിവാദ തീരുമാനങ്ങളിൽ നിയമവിരുദ്ധമായി എന്താണ് ഉണ്ടായത് എന്നത് അന്വേഷിക്കാൻ AK ബാലൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചിരിക്കുന്നു. അപ്രഖ്യാപിത നിയമന നിരോധനം പിൻവലിക്കുകയാണ്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ 10 ദിവസത്തെ സമയമാണ് വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ളത്. PSCയുമായി പ്രായോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ചർച്ചയും ഉണ്ടാകും. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുന്നതിന് പൊതുവിതരണ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്താൻ 150 കോടി രൂപ മന്ത്രിസഭാ യോഗം അനുവദിച്ചിരിക്കുന്നു. ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക തീർക്കും, 1000 രൂപയാക്കി ഉയർത്തുകയും ചെയ്തു. പഞ്ചവത്സര പദ്ധതിയുടെ പിന്തുടർച്ചയായിട്ടുള്ള കേരളത്തിൻ്റെ 13ാം പഞ്ചവത്സര പദ്ധതി തുടരും. പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതിനകത്ത് പങ്കുണ്ടാകും. മഴക്കാല പൂർവ്വ ശുചീകരണം നേരത്തെ നടത്തേണ്ടതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ യോഗം 27-ന്. MLA-മാരുടെ സത്യപ്രതിജ്ഞ, ഗവർണറുടെ സൗകര്യ അർത്ഥം, ഒപ്പം സ്വീകരണങ്ങളിൽ മന്ത്രിമാരെ സ്വീകരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ചടങ്ങുകൾ നടത്തുമ്പോൾ കുട്ടികളെയും താലപ്പൊലി പോലെയുള്ള കാര്യങ്ങളും ഒഴിവാക്കാനുള്ള ഒരു നിർദ്ദേശവും മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായി. 28-ാം തീയതി മുഖ്യമന്ത്രി കേന്ദ്ര തലത്തിലുള്ള ഡൽഹിയിലേക്കുള്ള യാത്രയുണ്ടാകും. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും അവരുടെ സൗകര്യാർത്ഥം അദ്ദേഹം സന്ദർശിക്കും. ഇതാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. ചർച്ചയിലേക്ക് യോഗം കഴിഞ്ഞു. പ്രതീക്ഷിച്ച തീരുമാനങ്ങളും അപ്രതീക്ഷിതമായ ചില തീരുമാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. MR സജേഷ് ഇപ്പോൾ തത്സമയം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. സജേഷ്, എന്താണ് ചുരുക്കി പറയാൻ സാധിക്കുക? പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള തീരുമാനങ്ങളാണോ? എവിടെയൊക്കെയാണ് നമുക്ക് കൂടുതൽ ഇപ്പോൾ വിട്ടുപോയ കാര്യങ്ങളുള്ളത് പറയാനുള്ളത്? ലാൽ, കേരളത്തിൻ്റെ പൊതുസമൂഹം ഏറ്റവും ആദ്യം കാത്തുനിന്ന തീരുമാനം തന്നെയാണ് പിണറായി വിജയൻ്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജിഷയുടെ കൊലപാതകത്തിന് ഇഴഞ്ഞു നീങ്ങുന്ന അന്വേഷണ സംഘത്തെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. ADGP B സന്ധ്യയ്ക്കാണ് അന്വേഷണ ചുമതല. അന്വേഷണം മാറ്റുന്നതിനൊപ്പം ജിഷയുടെ കുടുംബത്തിന് പുനരധിവാസ പദ്ധതികളും പ്രഖ്യാപിച്ചു. 45 ദിവസത്തിനകം വീട് നിർമ്മാണം പൂർത്തിയാക്കും. ജിഷയുടെ അമ്മയ്ക്ക് 5000 രൂപ പെൻഷൻ ഉറപ്പാക്കും തുടങ്ങിയ പദ്ധതികളും പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചില കർശന നടപടികളിലേക്കും കടന്നിരിക്കുന്നു. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തെ കടുംവെട്ട് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ പരിശോധിക്കാൻ ഒരു മന്ത്രിസഭാ സബ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. AK ബാലൻ കൺവീനറായിട്ടുള്ള സമിതിയാണ് ഇത് പരിശോധിക്കുക. ഇത് പരിശോധിച്ച് റദ്ദാക്കേണ്ട തീരുമാനങ്ങൾ റദ്ദാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞു. ജനക്ഷേമപരമായ ഒരു പദ്ധതികളും റദ്ദാക്കില്ല. എന്നാൽ ജനുവരി 1-ന് ശേഷം എടുത്തിട്ടുള്ള കടുംവെട്ട് തീരുമാനങ്ങളെന്ന് പുറത്തറിയുന്ന പദ്ധതികൾ റദ്ദാക്കുന്നതിന് പരിശോധിക്കുന്നതിന് ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ ഉയർത്തുന്നതിനും ക്ഷേമ പെൻഷനുകളിൽ നിലവിൽ വന്നിട്ടുള്ള ബാങ്കുകൾ വഴി നൽകുന്ന സംവിധാനം മാറ്റിക്കൊണ്ട് വീടുകളിൽ ക്ഷേമ പെൻഷൻ എത്തിക്കുന്നതിന് നടപടികൾ ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിക്കാനും ആലോചിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പൊതുവിതരണ ശൃംഖലയ്ക്ക് ഇപ്പോൾ നൽകി വരുന്ന ബജറ്റിൽ വകയിരുത്തി 75 കോടി ഇരട്ടിയാക്കിക്കൊണ്ട് വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താനും ആദ്യത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. ലാൽ, MR സജേഷാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ആദ്യത്തെ തീരുമാനം എത്തിയിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ മന്ത്രിസഭ ഏത് രീതിയിലാണ് മുന്നോട്ട് നീങ്ങാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയായി തന്നെ ഈ തീരുമാനങ്ങളെ കാണാമോ? എനിക്ക് തോന്നുന്നു ഈ ഇടതുപക്ഷ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുമ്പോട്ട് വെച്ച കാതലായ 3 പ്രശ്നങ്ങളിൽ ഇന്ന് ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനമാണ് ഈ മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചാണ്. സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള സംവാദങ്ങളിൽ വലിയ ഒരു പ്രതീകമായി വന്ന ഒരു രക്തസാക്ഷിയാണ് ശരിക്കും പറഞ്ഞാൽ ജിഷ എന്ന് പറയുന്നത്. അപ്പോൾ ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന് പലവിധ സന്ദേഹങ്ങളുണ്ടായിരുന്നു, ആശങ്കകളുണ്ടായിരുന്നു. അത് വലിയൊരു അഴിച്ചുപണിയിലേക്ക് നയിക്കുകയും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു വനിതാ ഓഫീസറുടെ നേതൃത്വത്തിൽ പുതിയൊരു അന്വേഷണ സംഘം ആ കൊലപാതകം അന്വേഷിക്കാനും മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തത് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഒപ്പം ജിഷയുടെ അമ്മയ്ക്ക് പെൻഷനും സഹോദരിക്ക് തൊഴിലും കണ്ടെത്താനുള്ള തീരുമാനത്തെ ശ്ലാഘനീയമെന്ന് തന്നെ പറയാം. ഒപ്പം തൊഴിലവസരങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ 10 ദിവസം സമയമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച കാര്യം സമയബന്ധിതമായി കാര്യങ്ങൾ തീർക്കാനുള്ള ശ്രീ പിണറായി വിജയൻ്റെ സഹജമായ ഒരു വാസന ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ ഉടനീളമുണ്ട്. 45 ദിവസത്തിനുള്ളിൽ ജിഷയ്ക്ക് വീട്,
ജിഷയുടെ അമ്മയ്ക്ക് വീട്, ഒപ്പം 10 ദിവസത്തിനുള്ളിൽ തൊഴിൽ അവസരങ്ങൾ കണ്ടെത്തി നൽകുവാൻ വിശദമായ റിപ്പോർട്ട് നൽകുവാനുള്ള എല്ലാ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനവും അദ്ദേഹം ഇന്നിപ്പോൾ പറയുന്നുണ്ട്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം നമ്മൾ കേട്ടത് വിലക്കയറ്റത്തെക്കുറിച്ചാണ്. ആ വിഷയത്തിനും വളരെ സാർത്ഥകമായ ഒരു ഇടപെടൽ ഈ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യം, അതിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞ 2 പ്രാവശ്യം ആവർത്തിച്ച കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ തീരുമാനങ്ങൾ പരിശോധിച്ചിട്ട് ക്രമക്കേടുകൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനാണ് ഈ കമ്മിറ്റി. അപ്പോൾ നിയമവിരുദ്ധമായി നടത്തി എന്നുള്ള മുൻവിധിയോടുകൂടിയല്ല ഈ സർക്കാർ ആ തീരുമാനങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ വൈര്യനിരാധന ബുദ്ധി ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കരുതുന്നു. ശ്രീ പി കെ ബിജു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. അതായത് പ്രതികാര നടപടികൾ ഉണ്ടാകില്ല എന്ന് ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിലും മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഈ ജനുവരി 1 മുതൽ UDF സർക്കാരിൻ്റെ മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങൾ അത് അന്വേഷിക്കാനും നിയമവിരുദ്ധമായവ ഉണ്ടോ എന്ന് കണ്ടെത്താനും ഉള്ള തീരുമാനം. ഏത് ദിശയിലേക്കാണ് ആ തീരുമാനം പോകുന്നത്? ശ്രീ ലാല്, ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ക്യാബിനറ്റ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ച തീരുമാനങ്ങൾ എടുത്തു എന്ന് തന്നെയാണ്. തെരഞ്ഞെടുപ്പിനും അതിനു മുമ്പും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിക്കുകയാണ്. അതിലൊന്നാണ് കേരളത്തിൽ ഇപ്പോൾ പറഞ്ഞ സ്ത്രീ സുരക്ഷ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാജ്യത്തിന് മുമ്പിൽ തലയെടുപ്പോടെ നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡൽഹിയിലെ പെൺകുട്ടി ഭീകരമായി കൊല ചെയ്യപ്പെട്ട സംഭവം ഞങ്ങളൊക്കെ അഭിമാനത്തോടെ പറഞ്ഞിരുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്നാണ്. പക്ഷേ കഴിഞ്ഞ UDF മന്ത്രിസഭയുടെ സമയത്ത് അത് നടന്നു. കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വന്നു. എന്നാൽ UDF ഗവൺമെൻറ്റിന് അത് ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു വനിതാ IPS ഓഫീസർ അന്വേഷിക്കണം എന്നുള്ള തീരുമാനം പോലും നടപ്പിലാക്കാൻ കഴിയാതെ എങ്ങനെയും കേസിനെ തേച്ചുമാച്ച് കളയാനാണ് പരിശ്രമിച്ചത്. അത് ഈ ഗവൺമെൻറ് തിരുത്തുകയാണെന്ന് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ സ്ത്രീകളോട് ഈ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള സന്ദേശം സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കുന്ന ഗവൺമെൻറ്റായിരിക്കും ബഹുമാനായ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്. 2, കേരളത്തിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കഴിഞ്ഞ 5 വർഷക്കാലം നിയമന നിരോധനം മാത്രമല്ല റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടലല്ലാതെ ഒരു നിയമനവും നടത്താത്ത ഗവൺമെൻറ്റായിരുന്നു. ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെറുപ്പക്കാർ കൊടുത്തൊരു അഷുറൻസ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ അപ്രഖ്യാപിതമായ നിയമ നിരോധനം മാറ്റി ഒഴിവുകൾ പൂർണ്ണമായി റിപ്പോർട്ട് ചെയ്ത് അതനുസരിച്ച് നിയമനം നൽകുകയും ചെയ്യും. ശ്രീ ബഹുമാനായ മുഖ്യമന്ത്രി 10 ദിവസത്തെ സമയമാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ദിവസവും ചീഫ് സെക്രട്ടറി നിരീക്ഷിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടെ ഒഴിവുകൾ ഇനി മൂടി വെച്ചുകൊണ്ട് താൽക്കാലിക നിയമനം നടത്തി ഇഷ്ടക്കാരെ കുത്തിത്തിരികെ കൊണ്ടുപോകാൻ സാധിക്കില്ല. പുറംവാതിൽ നിയമനം അവസാനിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടാവും. അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ കിട്ടുന്ന സാഹചര്യമുണ്ടാകും. മറ്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണക്കാരുടെ വീടുകളിൽ പെൻഷൻ 600 ആയിരുന്നത് 1000 വർദ്ധിപ്പിച്ച് വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ആരംഭിക്കാൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഇത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾ കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കുമെന്നുള്ള ഉറപ്പ് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അർപ്പിച്ചു. ആ ഉറപ്പ് ഇന്ന് നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു ഗവൺമെൻറ്റെയും അതിൻ്റെ ഭരണത്തലവനെയുമാണ് നമുക്കിന്ന് കാണാൻ ശ്രീ കഴിയുന്നത്. പി കെ ബിജു, ഇതുവരെ നടന്ന അന്വേഷണത്തിൽ ജിഷയുടെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന അന്വേഷണത്തിൽ അസാധാരണമായ നടപടികളാണ് ഉണ്ടായത് എന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അത് എന്ത് സൂചനയാണ് നൽകുന്നത്? ആ അസാധാരണ നടപടി കണ്ടെത്തിയിരിക്കുന്നു, അതിൽ അതൃപ്തി ഉണ്ടായിരിക്കുന്നു, ആ നിലയ്ക്കുള്ള നടപടികൾ ഉണ്ടാകും എന്നാണോ? തീർച്ചയായിട്ടും ലാല്. കാരണം ഒരു പെൺകുട്ടി ഏറ്റവും സുരക്ഷിതത്വമെന്ന് കരുതുന്ന സ്വന്തം വീടിനുള്ളിൽ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ആ വീടും പരിസരവും സീല് ചെയ്യാനും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തുടരന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നതിന് പകരം ആ മൃതദേഹം കൊണ്ടുപോയി സമയം കഴിഞ്ഞിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലീസ് സർജൻ ഇല്ലാതെ ഒരു PG വിദ്യാർത്ഥിയെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിക്കുകയും അതിനുശേഷം ശ്മശാന സൂക്ഷിപ്പുകാരൻ പറഞ്ഞു 6 മണിക്ക് ശേഷം ഇവിടെ മൃതദേഹം സംസ്കരിക്കാറില്ല,
അതും മാറ്റി പോലീസിൻ്റെ ഇടപെടലിലൂടെ മൃതദേഹം സംസ്കരിക്കുന്നു. സാധാരണ ഒരു കൊലപാതകമൊക്കെ ആണെങ്കിൽ ആ മൃതദേഹം കുഴിച്ചിടുകയാണ്, പക്ഷേ ഇത് കത്തിച്ചു കളയാൻ പോലീസ് നിർബന്ധിക്കുന്നു. അതിനുശേഷം 2 പോലീസുകാരെ കൊണ്ടുവന്ന് പ്രതികളാണ് എന്ന തരത്തിൽ ഒരു നാടകം കളിക്കുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അസ്വാഭാവികമായ കാര്യങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് അതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് ഇതിന് നേതൃത്വം കൊടുത്ത ഒരാളെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല, കേരളത്തിൽ സുരക്ഷിതമായ കേരളം ഉറപ്പാക്കും എന്നുള്ള തീരുമാനം അതിൻ്റെ മന്ത്രിസഭയുടെ ആദ്യ തീരുമാനമായി തന്നെ എടുക്കാൻ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടുന്ന മന്ത്രിസഭ തീരുമാനിച്ചത് ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് നൽകുന്ന വ്യക്തമായ സന്ദേശമാണ്. അവരുടെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം ഈ ഗവൺമെൻറ് കൊടുക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു, ഇതുവരെയുള്ള കുടിശ്ശിക തീർക്കുന്നു. ഒപ്പം വളരെ സുപ്രധാനമായ ഒരു തീരുമാനം എടുക്കുന്നതിന് നടപടികൾ എങ്ങനെയായിരിക്കണമെന്ന് അന്വേഷിക്കാൻ ചീഫ് സെക്രട്ടറിയെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ പെൻഷൻ വീട്ടിൽ തന്നെ എത്തിക്കാൻ, വൃദ്ധരായവർക്ക് ഒപ്പം അസുഖം ബാധിച്ചവർക്കൊക്കെ വീട്ടിൽ തന്നെ ഇത് എത്തിക്കുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ ആലോചിക്കുന്നു എന്നാണ്. അതും ഒരു സുപ്രധാനമായ ചുവടുവയ്പായി കാണേണ്ടതാണ്. അതിനൊരു സംശയവുമില്ലല്ലോ. കാരണം ക്ഷേമരാഷ്ട്രം, വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന സങ്കല്പം തന്നെ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമീപകാല ചരിത്രത്തിൽ അല്ലെങ്കിൽ വർത്തമാനത്തിൽ ഒരുപക്ഷെ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിന് മാത്രമേ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട സംഗതി നമുക്കറിയാം, ഈ വൻ മുതലാളിത്തത്തിൻ്റെ വരവോടുകൂടി ഒട്ടുമിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളും ഈ പെൻഷനുകൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പെൻഷനുകൾ എന്ന് പറയുന്നത് ഒരു ജീവിത സായാഹ്നത്തിൽ അത്രയും നാൾ സമൂഹത്തിലേക്ക് പല വിധത്തിലുള്ള സേവനങ്ങൾ ചെയ്ത ആളുകൾ, നിരാലംബരായവർ, വൃദ്ധരായിട്ടുള്ളവർ, അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്നവർ, അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ ആശ്വാസവും കൈത്താങ്ങുമാണ്. അത് അത്തരത്തിലുള്ള ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ സങ്കല്പത്തെ കുറച്ചുകൂടി ദൃഢപ്പെടുത്തിക്കൊണ്ട് ഈ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല, അവർ ട്രഷറിയിലോ മറ്റ് സ്ഥാപനങ്ങളിലോ മുമ്പിൽ പോയി ക്യൂ നിന്ന് കഷ്ടപ്പെടരുത് എന്നുള്ള തികച്ചും മാനുഷികമായിട്ടുള്ള ഒരു പരിഗണനയുടെ മുകളിൽ അവരുടെ വീട്ടുപടിക്കൽ ഈ പെൻഷൻ എത്തുക എന്ന് പറയുന്നത് ഏറ്റവും അധികം അഭിനന്ദനമായിട്ടുള്ള കാര്യമാണ്. അത് ഒരു പക്ഷേ ഈ സർക്കാരിൻ്റെ ആദ്യ ദിവസത്തിന് വല്ലാതെ പകിട്ട് കൂട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ടി സിദ്ദിഖ് കൂടി ചർച്ചയിലേക്ക് ചേർന്നിരിക്കുന്നു. സിദ്ദിഖ്, ഇപ്പോൾ പിണറായി മന്ത്രിസഭയുടെ ആദ്യ ക്യാബിനറ്റ് തീരുമാനങ്ങളാണ് വന്നിരിക്കുന്നത്. സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്ന്, ജിഷ കൊലക്കേസിലെ അസാധാരണ നടപടികൾ കണ്ടെത്തി, അതുകൊണ്ട് തന്നെ പുതിയ അന്വേഷണ ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ്. ഒന്നത്. രണ്ടാമത്തത്, UDF സർക്കാരിൻ്റെ ജനുവരി 1 മുതലുള്ള ഉത്തരവുകളെല്ലാം പുനഃപരിശോധിക്കുന്നു. അതിനുവേണ്ടി മന്ത്രിസഭാ ഉപസമിതി തെറ്റായ നിയമപരമല്ലാത്ത തീരുമാനങ്ങൾ കണ്ടെത്താൻ, അങ്ങനെ ഉണ്ടോ എന്ന് കണ്ടെത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് രണ്ടുമാണ് ഇപ്പോൾ ആദ്യം ചർച്ചയ്ക്കെടുക്കുന്നത്. താങ്കളുടെ പ്രതികരണം? ഒന്ന്, ജനാധിപത്യ രീതിയിൽ അവരോധിക്കപ്പെട്ട ഒരു ഗവൺമെന്റിന് ക്യാബിനറ്റ് തലത്തിൽ യോഗം ചേർന്ന് എടുക്കാൻ അവകാശമുള്ളതും സ്വാഭാവികമായും വിലയിരുത്തുന്നതുമായിട്ടുള്ള വിഷയം എന്നുള്ള നിലക്ക് ഈ 2 തീരുമാനങ്ങളും എടുക്കുന്നതിൽ ഒരു രീതിയിലുള്ള അപാകതയുമില്ല. കഴിഞ്ഞ ഗവൺമെന്റ് അവസാനത്തെ ക്യാബിനറ്റ് യോഗങ്ങളിൽ വല്ലതായിരിക്കുന്ന അപാകതയും നിയമവിരുദ്ധമായിട്ടുള്ളത് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടുന്നതും അതനുസരിച്ചുള്ളതായിരിക്കുന്ന ചർച്ചകൾക്ക് വിധേയമാക്കാനുമുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയ അവസരമാണിത്. തീർച്ചയായും അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, ജിഷയുടെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ യഥാർത്ഥ പ്രതികളെ പിടിക്കുക എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. പുതുതായി അവരോധിക്കപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. കേരളത്തിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മുന്നണി കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതുകൊണ്ട് തന്നെ അവർക്കതിൽ ഉത്തരവാദിത്വമുണ്ട്. ഈ പുതിയതായിരിക്കുന്ന സ്റ്റെപ്പിലൂടെ അതിന്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനുള്ളതായിരിക്കുന്ന സൗകര്യം ലഭിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രധാനമായിട്ടുള്ള പ്രാർത്ഥന. ശ്രീ സിദ്ദിഖ്, ഈ 2 തീരുമാനങ്ങൾ നോക്കുമ്പോൾ, ഇപ്പോൾ ഈ ജിഷയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ പറഞ്ഞത് പോലീസ് നടപടികൾ ഇതുവരെ ഉണ്ടായിരുന്നതൊക്കെ അസാധാരണമായിരുന്നു, അത് അതൃപ്തമാണ്.
അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണം എന്നതാണ്. അത് നിങ്ങളുടെ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അന്വേഷണം ഈ കാര്യത്തിൽ കൃത്യമായി നടന്നില്ല എന്നതാണ് അതിൻ്റെ സൂചന. രണ്ടാമത്തേത്, ജനുവരി 1 മുതലുള്ള വിവാദ തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ജനങ്ങൾ നോക്കുന്നത് ഈ മെത്രാൻകാലുമായി ബന്ധപ്പെട്ട തീരുമാനം, കടമക്കുടിയിലെ ഭൂമിദാനം, സന്തോഷ് മാധവനുമായി ബന്ധപ്പെട്ട തൃശ്ശൂരിലെ ഭൂമിദാനം, അടൂർ പ്രകാശ് പല കാര്യങ്ങൾ അന്ന് സൂചിപ്പിക്കുകയുണ്ടായതാണ്. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ചില സ്ഥാപനങ്ങൾക്ക്, SNDP പോലെയുള്ള സ്ഥാപനങ്ങൾക്കും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കും ഒക്കെ നൽകിയിട്ടുള്ള ഭൂമിയുടെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് അതിനകത്തുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. ഇത് നിങ്ങളെ ഒന്ന് അലട്ടുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു തീരുമാനമാണോ? ഒരു നിലക്കും ഞങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് മാത്രമല്ല, മെത്രാൻ കായൽ വിവാദം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത് അവരുടെ മിഷൻ ഡോക്യുമെന്റിൽ ചെയ്യാൻ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാര്യപരിപാടിയിൽ ഉൾപ്പെടുത്തി അവർ അവരുടെ ക്യാബിനറ്റ് യോഗത്തിന്റെ തീരുമാനപ്രകാരം എടുത്തിട്ടുള്ള VS ഗവൺമെന്റിന്റെ കാലത്ത് എടുത്തിട്ടുള്ള തീരുമാനമടക്കമാണ്. UDF ഗവൺമെന്റ് അതിൽ തീരുമാനമെടുത്തു. ഞങ്ങളുടെ ഭാഗത്തു നിന്നും തന്നെ അതിനെതിരായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടായി. പിന്നീട് അതൊക്കെ പിൻവലിക്കുകയും ചെയ്തു. സ്വാഭാവികമായി എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ നിയമവിരുദ്ധമായതോ അന്യായമായതോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനും അത് ജനങ്ങളിൽ എത്തിക്കാനുമുള്ളതായിരിക്കുന്ന ഒരു അവസരമാണിത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കിതിൽ ഒരു ഭയവുമില്ല. ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് ഒന്നും മറച്ചു വെക്കുന്ന ഒരു ഗവൺമെന്റോ മുന്നണിയോ ആയിരുന്നില്ല. തെറ്റുകൾ, പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കാൻ വൈമനസ്യമില്ലാത്തതായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടവുമായിരുന്നു. അതുകൊണ്ട് തന്നെ മെത്രാൻ കായൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞ ശ്രീ സിദ്ദീഖ്, ഈ കാര്യത്തിലൊക്കെ തന്നെ നിങ്ങളുടെ സർക്കാർ എടുത്ത നിലപാടുകൾ പിന്നീട് പല ദിവസങ്ങൾക്കകം തിരുത്തേണ്ടി വന്നിട്ടുമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ ആ കാര്യത്തിൽ ഈ കടുംവെട്ട് എന്നുള്ള, അല്ലെങ്കിൽ കൊള്ളയാണ് നടന്നത് എന്ന അർത്ഥത്തിലൊക്കെയുള്ള ചില പദപ്രയോഗങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ജനുവരി 1 മുതൽ എവിടെയൊക്കെയാണ് അന്യായമായ തീരുമാനങ്ങൾ ഉണ്ടായത്, എവിടെയൊക്കെയാണ് തിരുത്തിയത് എന്നത് ഒരു ധവള പത്രം പോലെ പുറത്തേക്ക് വരും ഈ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുമ്പോൾ. അത് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. ഒരു തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ച് എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ വല്ല പാകപ്പിഴയും ഉണ്ടെങ്കിൽ തിരുത്താൻ വൈമനസ്യം കാണിക്കാത്ത ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ UDF ഗവൺമെന്റ്. കഴിഞ്ഞ 5 വർഷം ഭരിച്ചപ്പോ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ജനോപകാരപ്രദമായിട്ടുള്ള നിരവധി നടപടികൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തപ്പോ ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, പോപ്പുലർ ആയിട്ടുള്ള, ജനോപകാരപ്രദമായിട്ടുള്ള, വലിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രതീക്ഷ. ആ പ്രതീക്ഷ അത്തരം വലിയതായിരിക്കുന്ന ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ശ്രീ സിദ്ദീഖ്, വാർത്ത അറിയാത്തത് കൊണ്ടാണോ ഞാൻ പറഞ്ഞത്? 2 കാര്യങ്ങൾ മാത്രമാണ് തീരുമാനമെന്ന് അറിഞ്ഞത് കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഇപ്പോൾ PSCയുടെ കാര്യത്തിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് തടയാൻ 150 കോടി അനുവദിച്ചു. ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക തീർക്കും, ഒപ്പം വർധനവും വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ട്. ക്ഷേമ പെൻഷനുകളൊക്കെ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് പിന്നെ അതില്ല എന്നുള്ളതാണ് കുടിശ്ശിക തീർക്കുമെന്ന് പറഞ്ഞത്. അല്ല, കുടിശ്ശിക പിന്നെ ഏതെങ്കിലും തരത്തിൽ കുടിശ്ശിക വരുത്താനുള്ള തീരുമാനം കഴിഞ്ഞ ഗവൺമെന്റ് എടുത്തിരുന്നില്ല. ഏതെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത് കൊടുക്കുമെന്നുള്ള തീരുമാനം നല്ലതാണ്. രണ്ടാമത് PSCക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതായിരിക്കുന്ന സാഹചര്യം കഴിഞ്ഞ ഗവൺമെന്റ് സന്ദർഭത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി അതിൽ എന്തെങ്കിലും പ്രത്യേകമായി താല്പര്യം എടുക്കുന്നു എന്നുള്ളത് പിന്നെ അഭിലഷണീയമാണ്. ഞങ്ങൾ അതൊന്നുമല്ല. ഞാൻ അതിനപ്പുറം UDF ഗവൺമെന്റും കഴിഞ്ഞ LDF ഗവൺമെന്റും കടന്നു വന്ന സന്ദർഭത്തിൽ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചില നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ, ജനോപകാരപ്രദമായിട്ടുള്ള നിരവധിയായിട്ടുള്ള നടപടികളുണ്ട്. പക്ഷേ ഗവൺമെന്റ് സാവധാനത്തിൽ എടുക്കും എന്നുള്ളതായിരിക്കുന്ന പ്രതീക്ഷയുണ്ട്. ഞാൻ അതിനെ ഒന്നും നെഗറ്റീവായിട്ടല്ല കാണാൻ ആഗ്രഹിക്കുന്നത്. ജിഷ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗവൺമെന്റ് അതിന്റെ യഥാർത്ഥ പ്രതിയെ പിടിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, അത് ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വവും പ്രതിപക്ഷ ഭരണകൂടത്തിനുണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭരണകൂടം എടുത്തിരിക്കുന്ന ഏത് നടപടിയും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതിനും അതിൽ എന്തെങ്കിലും നടപടികൾ പാകപ്പിഴയുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നതിനും ഞങ്ങളാരും എതിരല്ല എന്നുള്ളത് മാത്രമല്ല, അത്തരം പാകപ്പിഴകൾ വന്ന സന്ദർഭത്തിൽ റെക്ടിഫൈങ് സിസ്റ്റം UDFൽ തന്നെ ഉണ്ടായിരുന്നു.
ഞങ്ങളത് തിരുത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച മെത്രാൻകായലിന്റെ സൃഷ്ടി ഞങ്ങളല്ല, യഥാർത്ഥത്തിൽ ഇടതുപക്ഷമാണ് അതിന്റെ സൃഷ്ടി. VS ഗവൺമെന്റ് ആയിരുന്നു അതിന്റെ സൃഷ്ടി. നമ്മളൊക്കെ അത് ചർച്ച ഞാൻ ചെയ്തിട്ടുള്ളതാണ്. സിദ്ദിഖ്, PK ബിജുവും B ഉണ്ണികൃഷ്ണനും നമ്മുടെ ചർച്ചയിലുണ്ട്. അവരിലേക്ക് ഈ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ കാര്യത്തിലുള്ള ഒരു അഭിപ്രായം തേടാം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ താങ്കളോട് തന്നെ ചോദിക്കട്ടെ. ഈ ജിഷയുടെ കൊലയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണത്തിൽ അശാസ്ത്രീയമാണ് നടപടികൾ. പോലീസ് കംപ്ലൈന്റ് സെല്ല് പോലും ആ രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവർ ആക്ഷൻ എടുക്കാനുള്ള നിർദ്ദേശം വച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ അന്വേഷണത്തിൽ പാളിച്ച ഉണ്ടായി എന്നുള്ളത് ഇപ്പോഴും സിദ്ദിഖ് അംഗീകരിക്കുന്നില്ലേ? ഇതില് ഏതൊക്കെ തരത്തിൽ പാളിച്ചകൾ വന്നിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം, പാളിച്ചകളുടെ കാര്യങ്ങൾക്കപ്പുറം അന്വേഷണ ഏജൻസിക്ക് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ ഈ ദാരുണമായ കൊലപാതകത്തിൽ സാധിച്ചില്ല എന്നുള്ളത് വളരെ വളരെ നിഗൂഢമായിട്ടുള്ള കാര്യമാണ്. വളരെയധികം വിഷമകരമായിട്ടുള്ള സാഹചര്യമാണ്. അതിൽ നിന്ന് എത്രത്തോളം അന്വേഷണ ഏജൻസിക്ക് നിലവിലുള്ള അന്വേഷണം തൃപ്തികരമാണെന്നോ അല്ല എന്നോ പറയാനല്ല ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ ഒരു പുതിയ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഏത് തീരുമാനവും സ്വാഗതാർഹമാണ്. യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ളതായ പിണറായി ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികളെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ രാഷ്ട്രീയം സിദ്ദിഖ്, ഞാൻ തിരിച്ചെത്താം.